മധ്യപൂർവേഷ്യയെ വീണ്ടും വൻ യുദ്ധഭീതിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയത് സമാനതകളില്ലാത്ത ആക്രമണ പരമ്പരകളാണ്. ഗൾഫ് മേഖലയിലെ നിർണായകമായ യുഎസ് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നടത്തിയ ഈ കൂറ്റൻ ആക്രമണം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ബഹ്റൈൻ, കുവൈറ്റ്, ഇറാഖ്, ജോർദാൻ എന്നീ രാജ്യങ്ങളിലെ പ്രധാന അമേരിക്കൻ സൈനിക താവളങ്ങളിൽ കനത്ത പ്രഹരമാണ് തങ്ങൾ ഏൽപ്പിച്ചതെന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. മേഖലയിലെ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെ പൂർണ്ണമായും തിരുത്തിക്കുറിച്ചാണ് ഇറാന്റെ ഈ പുതിയ നീക്കം. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ താവളങ്ങൾക്ക് നേരെ തങ്ങൾ നടത്തിയ പ്രത്യാക്രമണം കൃത്യവും വിജയകരവുമായിരുന്നുവെന്നാണ് IRGC വ്യക്തമാക്കുന്നത്. ഒരേ സമയം നിരവധി രാജ്യങ്ങളിലെ യുഎസ് കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെ പോലും അമ്പരപ്പിച്ചു. തങ്ങളുടെ പരമാധികാരത്തിന് മേലും സുരക്ഷയ്ക്കുമേലും അമേരിക്ക നടത്തുന്ന കടന്നുകയറ്റങ്ങൾക്കുള്ള ശക്തമായ മറുപടിയാണ് ഇതെന്നാണ് ടെഹ്റാൻ ലോകത്തിന് നൽകുന്ന സന്ദേശം. പെട്ടെന്നുണ്ടായ ഈ വൻ പ്രത്യാക്രമണത്തിൽ വാഷിംഗ്ടൺ പ്രകടിപ്പിക്കുന്ന പ്രതികരണങ്ങൾ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ്. ഇറാന് നേരെ അതിശക്തമായ തിരിച്ചടി അഥവാ വൻ ആക്രമണം അഴിച്ചുവിടുമെന്ന് നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തന്റെ കടുത്ത നിലപാടുകളിൽ നിന്ന് അല്പം പിന്നോക്ക് പോയ ലക്ഷണം കാണിക്കുന്നുണ്ട്. നേരത്തെ ഇറാനെ പൂർണ്ണമായും അടിച്ചമർത്തുന്ന രീതിയിൽ സംസാരിച്ചിരുന്ന ട്രംപ് കാര്യങ്ങൾ നേരിട്ടുള്ള ഒരു ആഗോള യുദ്ധത്തിലേക്ക് നീങ്ങുന്നത് തടയാൻ മടിക്കുന്നതായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇറാന്റെ ഉന്നത സൈനിക ശേഷിയും മേഖലയിലുടനീളം അവർക്കുള്ള സ്വാധീനവും കൃത്യമായി മനസ്സിലാക്കിയാണ് ട്രംപ് തൽക്കാലം ഉടനടിയുള്ള വൻ സൈനിക നീക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. ഒരു വശത്ത് തങ്ങളുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കപ്പെട്ടതിന്റെ പരിക്കുകൾ മറയ്ക്കാൻ ശ്രമിക്കുമ്പോഴും കൂടുതൽ വലിയൊരു യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത് വലിയ തിരിച്ചടിയാകുമോ എന്ന് അമേരിക്ക ഭയപ്പെടുന്നുണ്ട്. അതേസമയം യുദ്ധക്കളത്തിൽ മാത്രമല്ല നയതന്ത്ര രംഗത്തും അമേരിക്കയ്ക്ക് ശക്തമായ മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത്. തങ്ങളുടെ പരമാധികാര പ്രദേശമായ ഹോർമുസിന് മേലുള്ള ഇറാന്റെ പൂർണ്ണ നിയന്ത്രണം ട്രംപ് ഭരണകൂടം ഔദ്യോഗികമായി അംഗീകരിക്കാതെ ഒരു തരത്തിലുള്ള വെടിനിർത്തലും തയ്യാറല്ലെന്ന് ഇറാനിയൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കി കഴിഞ്ഞു. നയതന്ത്ര ചർച്ചകളിൽ യാതൊരുവിധ വഴങ്ങലുകൾക്കും തയ്യാറല്ലെന്ന ഇറാന്റെ പ്രഖ്യാപനം അമേരിക്കയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര എണ്ണക്കടത്തിന്റെ നട്ടെല്ലായ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാൻ കൈവശം വെക്കുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെ പോലും ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇറാന്റെ ഈ നിബന്ധന അംഗീകരിക്കുക എന്നത് അമേരിക്കയെ സംബന്ധിച്ച് കടുത്ത രാഷ്ട്രീയ പരാജയത്തിന് തുല്യമായിരിക്കും. ഇറാൻ സാമ്പത്തികമായും സൈനികമായും തകർന്ന് വെടിനിർത്തലിനായി യാചിക്കുകയാണെന്ന് വാദിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ പ്രസ്താവനകളെ പൂർണ്ണമായും തള്ളിക്കളയുന്നതാണ് ഇറാന്റെ ഈ നീക്കങ്ങൾ. ഇറാൻ പ്രതിസന്ധിയിലാണെന്നും അവർ സമാധാന കരാറിനായി കെഞ്ചുകയാണെന്നുമുള്ള റൂബിയോയുടെ വാദങ്ങൾ വെറും നുണപ്രചാരണം മാത്രമായിരുന്നുവെന്ന് പുതിയ സംഭവങ്ങൾ തെളിയിക്കുന്നു. അമേരിക്കൻ ഭരണകൂടം പ്രചരിപ്പിച്ച വാർത്തകൾക്ക് വിപരീതമായി കൂടുതൽ വീര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയുമാണ് ഇറാൻ ഇപ്പോൾ പോരാട്ടവീര്യം പുറത്തെടുക്കുന്നത്. യുഎസിന്റെ ഉപരോധങ്ങൾക്കും ഭീഷണികൾക്കും മുൻപിൽ തങ്ങൾ മുട്ടുമടക്കില്ലെന്ന് ഇറാൻ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. മാർക്കോ റൂബിയോയുടെ പ്രസ്താവനകൾ തങ്ങളുടെ സ്വന്തം ജനങ്ങളെയും സഖ്യകക്ഷികളെയും ആശ്വസിപ്പിക്കാൻ വേണ്ടിയുള്ള തന്ത്രം മാത്രമായിരുന്നുവെന്ന് വ്യക്തമാകുന്നതോടെ വാഷിംഗ്ടണിന്റെ നയതന്ത്ര വിശ്വസ്തതയും ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇറാഖിലെയും ബഹ്റൈനിലെയും യുഎസ് താവളങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ സൈനിക മേധാവിത്വത്തിനേറ്റ വലിയൊരു പ്രഹരമാണ്. കുവൈറ്റിലെയും ജോർദാനിലെയും താവളങ്ങൾ സുരക്ഷിതമാണെന്ന അമേരിക്കയുടെ ധാരണകളെയും ഇറാൻ മിസൈലുകൾ തകർത്തെറിഞ്ഞു. തങ്ങളുടെ അതിർത്തികൾ കടന്ന് എവിടെ വേണമെങ്കിലും ആക്രമണം നടത്താൻ തങ്ങൾക്ക് ശേഷിയുണ്ടെന്ന സന്ദേശമാണ് ഇറാൻ ഇതിലൂടെ ലോകത്തിന് നൽകിയത്. ഇത് മേഖലയിലെ മറ്റ് യുഎസ് സഖ്യകക്ഷികളെയും വലിയ ഭീതിയിലാഴ്ത്തുന്നുണ്ട്. യുദ്ധം തുടരുകയാണെങ്കിൽ ആഗോള എണ്ണ വിപണിയെ അത് നേരിട്ട് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഹോർമുസ് കടലിടുക്കിലെ ഉപരോധവും സൈനിക നീക്കങ്ങളും എണ്ണവില കുതിച്ചുയരാൻ കാരണമാകും. ഇത് അമേരിക്കയിലടക്കം വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കും. ട്രംപ് പെട്ടെന്ന് ഒരു വൻ ആക്രമണത്തിന് മുതിരാതിരിക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നും ഈ സാമ്പത്തിക പ്രത്യാഘാതങ്ങളെ കുറിച്ചുള്ള ഭയം തന്നെയാണ്. മധ്യപൂർവേഷ്യയിലെ ഈ പുതിയ യുദ്ധമുഖം അന്താരാഷ്ട്ര സമൂഹത്തെ ഒന്നാകെ വലിയ ആശങ്കയിലായിത്തീർക്കുകയാണ്. ഐക്യരാഷ്ട്രസഭ അടക്കമുള്ള ഏജൻസികൾ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്.
ഇരു കൂട്ടരും പ്രകോപനങ്ങൾ അവസാനിപ്പിച്ച് ചർച്ചകളിലേക്ക് കടക്കണമെന്ന് വിവിധ രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കാതെ പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ അപ്രതീക്ഷിത ആക്രമണം അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ വീഴ്ചയായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇത്രയും വലിയൊരു സംയുക്ത ആക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ IRGCക്ക് സാധിച്ചത് US പ്രതിരോധ സംവിധാനങ്ങളുടെ പോരായ്മയാണ് വ്യക്തമാക്കുന്നത്. ഇറാൻ ഉന്നയിച്ച ഉപാധികൾ അംഗീകരിക്കാൻ അമേരിക്ക തയ്യാറാകുമോ അതോ വീണ്ടും ഒരു വലിയ യുദ്ധത്തിലേക്ക് ലോകം വഴിമാറുമോ എന്നത് വരും ദിവസങ്ങളിലെ ട്രംപിന്റെ തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കും. എന്നാൽ ട്രംപിന്റെ ഇപ്പോഴത്തെ മൗനവും പിൻവാങ്ങലും അമേരിക്കയുടെ പരമ്പരാഗതമായ ആക്രമണോത്സുക നയങ്ങൾക്ക് തിരിച്ചടിയായിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ മധ്യപൂർവേഷ്യയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ലോക ചരിത്രത്തെ തന്നെ മാറ്റിയെഴുതാൻ പോകുന്നവയാണ്. ഒന്നുകിൽ അമേരിക്ക ഇറാന്റെ ആവശ്യങ്ങൾക്ക് മുന്നിൽ ഭാഗികമായെങ്കിലും വഴങ്ങേണ്ടി വരും, അല്ലെങ്കിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പ്രാദേശിക യുദ്ധത്തിലേക്ക് ഇത് വഴിമാറും. ശക്തിയുടെയും ഭീഷണിയുടെയും ഭാഷയിൽ ഇനി അമേരിക്കയോട് സംസാരിക്കാൻ കഴിയില്ലെന്ന് ഇറാൻ തെളിയിച്ചിരിക്കുന്നു. റൂബിയോയുടെ വ്യാജ അവകാശവാദങ്ങളെ തള്ളിക്കളഞ്ഞ് പോരാട്ട ഭൂമിയിലും നയതന്ത്ര മേശയിലും ഒരുപോലെ മേൽക്കൈ നേടാൻ ഇറാന് സാധിച്ചു. ഈ ഘട്ടത്തിൽ അമേരിക്ക എടുക്കുന്ന ഓരോ തീരുമാനവും അവരുടെ ഭാവി നയതന്ത്രത്തിന് നിർണായകമായിരിക്കും.